കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം മഴവില്ല് ശ്രദ്ധേയമായി. ഭിന്നശേഷി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ അരങ്ങേറി. ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കലാകാരൻ ജംഷീർ കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു. പരിമിതികൾക്കിടയിലും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകം തന്നെ കീഴടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു നഗരസഭയുടെ ഭിന്നശേഷി കലോത്സവം മഴവില്ല് അരങ്ങേറിയത്. പരിമിതികൾ മറന്ന് കുട്ടികൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിച്ചു. നഗരസഭ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തു. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി കൂടെയുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാനും അതിലൊക്കെ പങ്കാളികളാവാനും പലപ്പോഴും അവർക്ക് അവസരം കിട്ടാറില്ല. അവരുടെ മാതാപിതാക്കളും അവരുടെ കഴിവുകൾ വീടിൻ്റെ 4 ചുവരുകളിൽ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു സ്റ്റേജിൽ ഒരു വേദി കയറി നിന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയും. നഗരസഭാ ചെയർമാൻ KM തൊടി മുജീബ് അധ്യക്ഷനായിരുന്നു. ഭിന്നശേഷി കലാകാരൻ ജംഷീർ കൈനിക്കര മുഖ്യാതിഥിയായി. പരിമിതികൾക്കിടയിലും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകം തന്നെ കീഴടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു കുറവുകളില്ല. നമുക്ക് തന്ന കുറവുകളൊക്കെ, തന്ന അനുഗ്രഹങ്ങളൊക്കെ ഏറ്റവും വലുതാണ്. പക്ഷെ അതിനെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളൊക്കെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് പ്രയത്നിച്ചുകൊണ്ട് കഷ്ടപ്പെടണം. കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതത്തിലെല്ലാം നേടാം. സ്വന്തമായി എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടാലപിച്ചാണ് ജംഷീർ കുട്ടികളെ സന്തോഷിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.